അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗോപാലൻ നമ്മുടെ കൃഷ്ണയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ കൃഷ്ണയുടെ അമ്മയുള്ളതുകൊണ്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. അങ്ങനെ കൃഷ്ണയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണു, കൃഷ്ണയോട് ഒന്ന് വരാൻ പറയാം. അങ്ങനെ കൃഷ്ണ ഗോപാലൻ്റെ അടുത്തേക്ക് ചെയ്തു. അപ്പോൾ ഗോപാലൻ പറയുന്നു, ഇങ്ങനെ സുന്ദരി നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് എങ്ങനെയും പൈസ മേടിച്ചെടുക്കാം, നീ എങ്ങനെയും വരാൻ പറയുന്നു. അപ്പോൾ പറയുന്നു, അമ്മ വിടില്ല എന്ന് പറയുന്നു. നീ എന്തെങ്കിലും സംസാരിച്ച് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറയുന്നു. അങ്ങനെ കൃഷ്ണ അമ്മയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം അവർ സമ്മതിക്കത്തൊന്നുമില്ല. അപ്പോൾ അവർ ഒരു വാണിംഗ് കൊടുക്കുകയാണ്, ഗോപാലൻ വെറും കള്ളനാണ്, അയാൾ പറയുന്നത് നീ വിശ്വസിക്കരുതെന്ന് പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണ പറയും, ഓക്കെ, ഞാൻ ഗോപാലൻ പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല, ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഗോപാലൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗൾഫിലാണെന്നാണല്ലോ വിചാരം. അങ്ങനെ നമ്മുടെ കൃഷ്ണയും കൊണ്ട് നേരെ എറണാകുളത്തേക്ക് തിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നവീൻ്റെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ റെഡിയായിരിക്കുന്നു. അപ്പോൾ സിതാരയും നമ്മുടെ ഗാഥയും എല്ലാവരും റെഡിയായി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എല്ലാവരും. അപ്പോൾ അത് പോകുന്ന സമയത്ത് തന്നെ സിതാരയുടെ മനസ്സിലുണ്ട് എങ്ങനെയും കല്യാണം മുടക്കണം എന്നുള്ളത്. പക്ഷെ കീർത്തിയുടെ അമ്മയും ഫാക്ടറിയിൽ നമ്മുടെ ഗാഥയെ കൊല്ലാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ ഫാക്ടറി ഉദ്ഘാടനത്തിൻ്റെ ഇതിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ സിതാരയാണെങ്കിൽ വെറുതെ എല്ലാം ഫാക്ടറി ചുറ്റിക്കറങ്ങി കാണും. അപ്പം നമ്മുടെ അവർ ഈ കീർത്തിയുടെ അമ്മയും ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത്, എൻ്റെ മകളെ കൊല്ലാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ആ മകളെ കൊല്ലാൻ നിന്ന പണി കിട്ടിയത് ആർക്കെന്ന് വെച്ചാൽ നമ്മുടെ കീർത്തിയുടെ അമ്മയ്ക്കും കീർത്തിക്കും അവരുടെ അച്ഛനും. അങ്ങനെ അവർ ഹോസ്പിറ്റലൊക്കെ ആവുന്നു. അങ്ങനെ മൊത്തം സീനൊക്കെ ആവുന്നു. പിന്നീട് നമ്മുടെ കൃഷ്ണ എറണാകുളത്ത് എത്തുന്നു. അപ്പോൾ കൃഷ്ണ ഇവർ നമ്മുടെ ഗാഥയെ പോലെ റെഡിയാക്കുകയാണ്, മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ്. കാരണം ഗോപാലൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ സിതാരയായിട്ട് എത്തിയിട്ട് കുറച്ച് പണം നേടിയെടുക്കുക, അല്ലെങ്കിൽ എന്നിട്ട് അവളുടെ അമ്മയെ രക്ഷപ്പെടുത്തുക. ഇതൊക്കെയാണ് ഗോപാലൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.